ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഞാൻ രതീഷ്. റബ്ബർ വെട്ടാണ് എനിക്ക് ജോലി. രാവിലെ തന്നെ റബ്ബർ വെട്ടാനുള്ള ആയുധവുമെല്ലാം എടുത്ത് പോകാൻ റെഡിയായി. ഞങ്ങളുടെ വീടിനടുത്തുകൂടി ഒരു കനാൽ പോകുന്നുണ്ട്. അതിനപ്പുറത്താണ് എനിക്ക് റബ്ബർ വെട്ടേണ്ടത്. ഞാൻ പതുക്കെ കനാലിൻ്റെ സൈഡിൽ കൂടി കടന്നു പോകുമ്പോൾ പുറകിൽ നിന്നൊരു വിളി. "ഡാ രതീഷേ, ഞാൻ കൂടി വരുന്നു, അവിടെ നില്ല്." ഞാൻ തിരിഞ്ഞു നോക്കി. കിഴക്കേലെ സുധർമ്മ ചേച്ചി. "ചേച്ചി എവിടെ പോകുന്നു?" "ഞാൻ കനാലിൻ്റെ അപ്പുറത്തെ പീടികയിൽ വരെ പോകുന്നു," ചേച്ചി മറുപടി പറഞ്ഞു. ചേച്ചി മുമ്പിലും ഞാൻ പിറകിലുമായി കനാലിൻ്റെ സൈഡിൽ കൂടി മുന്നോട്ട് നടന്നു. ചേച്ചി ഒരു കൈലിയും ബ്ലൗസുമാണ് വേഷം. തോളിലൊരു തോർത്തുമുണ്ട്. മുൻപിൽ നടന്നു പോകുന്ന സുധർമ്മ ചേച്ചിയുടെ ബൈക്കിൻ്റെ അടി കണ്ട് ഞാനും ഒപ്പം നടന്നു. സുധർമ്മ ചേച്ചി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിന് മറുപടിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ നോട്ടം പടപട അടിക്കുന്ന ചേച്ചിയുടെ ഹൗസിങ്ങിലായിരുന്നു. എനിക്കാണെങ്കിൽ കമ്പിയാകുകയും ചെയ്തു. കുറച്ച് നടന്ന് മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ കനാലിൻ്റെ സൈഡിൽ പായൽ പിടിച്ചു കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, "ചേച്ചി ശ്രദ്ധിക്കണേ, അവിടെ തെന്നലുണ്ടേ." ചേച്ചി മൂളി. എന്നിട്ട് കാല് പതുക്കെ എടുത്ത് വെച്ച് പയ്യെ പയ്യെ നടന്നു. ഞാൻ ചേച്ചിയുടെ പുറകിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലും. ചേച്ചി "അയ്യോ മോനെ." പെട്ടെന്ന് ചേച്ചി തെന്നി പുറകിലേക്ക് വീഴാൻ പോയതും ഞാൻ വേഗം വയറിൽ കൂടി ചുറ്റിപ്പിടിച്ചു നിർത്തി. "ഹോ, ഇപ്പോൾ തന്നെ വീണേനെ. നീ പിടിച്ചത് നന്നായി," ചേച്ചി പറഞ്ഞു. പക്ഷെ ഞാൻ പതുക്കെ ചമ്മി. കാരണം കമ്പിയായ കാര്യം അറിയാവുന്നത് കൊണ്ട്. ഞാൻ എൻ്റെ അരക്കെട്ട് ചേച്ചിയുടെ മേലെ തൊടാതെ പുറന്നോട്ട് വളഞ്ഞു നിന്നു. ചേച്ചി കാൽ കുറച്ച് മുന്നോട്ട് കയറ്റി വെച്ച് നിൽക്ക്. പുറന്നോട്ട് വളഞ്ഞു നിൽക്കുന്ന ചേച്ചിയുടെ പുറം നെഞ്ചിലാണ് അമർന്നു നിന്നത്. "കാൽ അങ്ങോട്ട് കയറ്റി വെക്ക് ചേച്ചി," ഞാൻ ചേച്ചിയുടെ ഇടുപ്പിലും പിടിച്ചു പറഞ്ഞു. ചേച്ചി മൂളി. ചേച്ചി കാലൊന്ന് മുന്നോട്ട് കയറ്റി വെച്ച് മറ്റേ കാൽ വെച്ചതും തെന്നി പുറന്നോട്ട് നിരങ്ങി വന്ന് എൻ്റെ അരക്കെട്ടിലേക്ക് അമർന്നു നിന്നു. "ഹോ, പിന്നെയും തെന്നിയുടെ രതീഷേ," ചേച്ചി പറഞ്ഞു. പെട്ടെന്ന് ചേച്ചി തിരിഞ്ഞു നോക്കി. കാരണം എൻ്റേത് ചേച്ചിയുടെ ബാക്കിൽ ശരിക്കും അമർന്നു. ചേച്ചി അത് ശരിക്കും അറിഞ്ഞു. ചേച്ചിക്ക് കാര്യം ഏതാണ്ട് മനസ്സിലായി. ചേച്ചി അറിയാത്തതുപോലെ നടു ബാക്കിലേക്ക് മുട്ടിച്ചു തന്നെ നിന്നു. ചേച്ചിയുടെ ആ പതുവത്ത നിതംബത്തിൽ എൻ്റേതും അമർന്നു നിന്നപ്പോൾ ഒരു സുഖം ഞാൻ അനുഭവിച്ചു തന്നെ നിൽക്കുകയായിരുന്നു. എൻ്റെ നിയന്ത്രണം വിട്ടു. പിന്നെ താമസിച്ചില്ല. ചേച്ചിയെ കെട്ടിപ്പിടിച്ചു ഞാൻ. അപ്പോഴതാ ഒരു ദുശകുനം പോലെ എതിരെ ദൂരെ നിന്നും ആരോ വരുന്നു. "അയ്യോ അമ്മാവൻ." ചേച്ചി കുതറി പതുക്കെ പിടിച്ചു മുന്നോട്ട് കയറി. ഞാനും പുറകിൽ തന്നെ കയറി ചെന്നു. "നീ എവിടെ പോകുന്നടി?" അമ്മാവൻ ചോദിച്ചു. "പീടികയിൽ പോകുന്ന അമ്മാവ," ചേച്ചി പറഞ്ഞു. "രതീഷ് രാവിലെ ടാപ്പിങ്ങിന് പോവുമായിരിക്കും." "അതെ അമ്മാവ." അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മുന്നോട്ട് നടന്നു. വളരെ നിരാശയോടുകൂടി മുഖം കുനിച്ച് മുന്നോട്ട് നടന്ന് എന്നെ നോക്കി ചേച്ചി കളിയാക്കി. "എന്തുവാടാ അണ്ടി കളഞ്ഞ അണ്ണാൻ്റെ കൂട്ട് നീ വിഷമിച്ച് നടക്കുന്നത്?" ഞാനൊന്നും മിണ്ടിയില്ല. വീണ് കിട്ടിയ അസുലഭ നിമിഷം തട്ടിത്തെറിച്ചു പോയ വിഷമത്തിലായിരുന്നു ഞാൻ. "നീ വിഷമിക്കേണ്ടടാ. രാത്രിയിൽ ഒരു 11 മണിയാകുമ്പോൾ പോരെ. ഞാൻ പടിഞ്ഞാറേ വശത്തെ കതക് തുറന്നിടാം. പോരെ, നിന്റെ ആഗ്രഹം നടത്തിക്കോ." "ഹോ, എൻ്റെ അമ്മോ, ഒരു ബമ്പൻ ലോട്ടറി അടിച്ചെന്ന് കേട്ട സന്തോഷമായിരുന്നു എനിക്ക്." ചേച്ചി അർത്ഥം വെച്ച ഒരു ചിരിയൊക്കെ ചിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ ചേച്ചിയെ തന്നെയല്ല, അങ്ങോട്ട് പോകുന്ന ചേച്ചിയുടെ തുള്ളിക്കളിക്കുന്ന ഹൗസിങ് നോക്കി അങ്ങനെ നിന്നു. ഞാൻ ഓർത്തു, ഒന്ന് രാത്രിയായാൽ അതൊക്കെ എനിക്ക് സ്വന്തമായേനെ. അപ്പോഴേക്കും ഒരാൾ പുറത്തു ചാടാനുള്ള വെമ്പലിൽ നിശബ്ദനായി നിന്നു.